വിനായകൻ എന്ന നടൻ പുതിയൊരു ബഹുമതി കൂടി കരസ്ഥമാക്കിയിരിക്കുകയാണ്. തൻ്റെ ഫ്ലാറ്റിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അതിലെ നടന്നുപോയ ആളുകളെയൊക്കെയും തൻ്റെ അവയവം പ്രദർശിപ്പിച്ച് അതിൻ്റെ മുഴുപ്പും വലിപ്പവും ഓജസ്സും തേജസ്സും ഒക്കെ ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഇത്രയും മഹത്തായ കൃത്യങ്ങൾ ചെയ്ത സിനിമാ നടന്മാരൊന്നും നമ്മുടെ ഇടയിലില്ല. അപ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിനായകൻ എന്ന വ്യക്തി വിവാദങ്ങളുടെ ഒരു കളിത്തോഴനാണ്. മാത്രമല്ല പലപ്പോഴും ഗോവയിലും അവിടെ ഇവിടെയൊക്കെ മദ്യപിച്ച് നാട്ടുകാരെ തെറി വിളിക്കുന്ന പല വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് വിഷയമെന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും ഒരു പ്രകോപനവും കൂടാതെ ആരെയും തെറി വിളിക്കില്ല എന്ന കാര്യം നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. പലപ്പോഴും ആളുകളുടെ ഒരു പ്രശ്നം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമാ നടന്മാരെ ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രശസ്തരായ വ്യക്തികളെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇൻ്റർവ്യൂ കിട്ടാൻ, ഇല്ലെങ്കിൽ ഇവരോട് എന്നതിലൊക്കെ സംസാരിക്കാൻ, സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് സ്ഥാനത്തും അസ്ഥാനത്തും, ഇല്ലെങ്കിൽ അവരുടെ മാനസികമായ അവസ്ഥ, ശാരീരികമായ അവസ്ഥ, സിറ്റുവേഷൻ ഒന്നും പരിഗണിക്കാതെ ഒന്നെങ്കിൽ മൈക്കുമായിട്ട് കുത്തിത്തിരികെ ചെല്ലുക, അല്ലെങ്കിൽ ഒരു മൊബൈലുമായിട്ട് ഓടിച്ചെല്ലുക, ഇല്ലെങ്കിലൊക്കെ അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന ചോദ്യങ്ങൾ കൊണ്ട് പൊറുതി മുട്ടിക്കുക. ഇതൊക്കെ പലപ്പോഴും നമ്മുടെ ആളുകൾ ചെയ്യുന്നതാണ്. ഇതിനു മുന്നേ സത്യഭാമ ടീച്ചറുടെ വീട്ടിലെ കുറേ മാധ്യമങ്ങളെല്ലാം കൂടി ചെന്നിട്ട് അവരെ കൊണ്ട് അവരുടെ വീട്ടിൽ കയറിയിട്ട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞ കാര്യങ്ങൾ ലൈവായിട്ട് പ്രക്ഷേപണം ചെയ്ത് അവർ പോലും അറിയാതെ വിറ്റ് കാശാക്കിയ ആളുകളൊക്കെ ഉണ്ട്. അതാണ് അന്ന് വലിയൊരു പ്രശ്നം പുള്ളിക്കാരിക്ക് നേരിട്ടത്. അപ്പോൾ വിനായകനെ എന്തുകൊണ്ട് വിനായകൻ തുണി പൊക്കി കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് അയാൾ പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് റോഡിൽ കൂടെ പോയവരല്ല തുണി പൊക്കി കാണിച്ചത്, സ്വന്തം വീടിൻ്റെ മുന്നിലോ ഫ്ലാറ്റിൻ്റെ മുന്നിലോ. അപ്പോൾ അയാളെ അസ്വസ്ഥപ്പെടുത്തുന്ന എന്തോ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അയാൾ ചെയ്തത്. ഞാൻ പറയുന്ന നടൻ വിനായകനല്ല ഇത് ചെയ്യണ്ടേ. പ്രശസ്തരായ ആളുകളെ ശല്യപ്പെടുത്തുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഈ സെൽഫി എടുക്കാനൊക്കെ പറഞ്ഞാൽ. ഇപ്പോൾ വിനായകനാണെങ്കിലും മറ്റ് സിനിമാ നടന്മാരാണെങ്കിലും ഇല്ലെങ്കിൽ പ്രശസ്തരായ വ്യക്തികളൊക്കെ ആണെങ്കിലും അവരൊരു സിനിമയിൽ അഭിനയിച്ചു, ഇല്ലെങ്കിൽ ഒരു പാട്ട് പാടി, ആ കാര്യം അവരുടെ കല ഇല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി ഇല്ലെങ്കിൽ കഥാപാത്രം ആവശ്യപ്പെടുന്ന കാര്യം ചെയ്തു, പ്രതിഫലം വാങ്ങി പോക്കറ്റിലിട്ട് പോയി. അതിനപ്പുറത്തേക്ക് ഇവരെയൊക്കെ ആരാധിക്കാനും ബഹുമാനിക്കാനും ഇവരൊക്കെ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ച് പുറകെ മണപ്പിച്ച് നടക്കുന്ന ബോധമില്ലാത്ത ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ തന്നെ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറുപടി വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും മോഹൻലാലൊക്കെ ആൾക്കൂട്ടത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കാരണം ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആണുങ്ങൾ തന്നെ ലൈംഗിക അതിക്രമം കാണിക്കുക, ഇല്ലെങ്കിൽ പിച്ചി നോവിക്കുക, കടിക്കുക, ശരീരത്തെ മുറിപ്പെടുത്തുക, വേദനിപ്പിക്കുക, ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും പല സെലിബ്രിറ്റികളും നേരിടുന്നുണ്ട്. പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ഒരാളുകൾക്കൊക്കെ പലപ്പോഴും ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള മറുപടി കൊടുക്കാതെ കടന്നു പോകുന്ന പ്രവണതയുണ്ട്. അപ്പോൾ ആൾക്കാർ പറയും ഇവന്മാരുടെയൊക്കെ അഹങ്കാരമാണ്, ഞങ്ങളെല്ലാം കൂടിയല്ല വളർത്തി വലുതാക്കിയത്, സ്റ്റാറാക്കിയത് എന്നൊക്കെ. അതുപോലെ നയൻതാര നേരിട്ട് ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അവർ തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിൽ പോയപ്പോൾ അനാവശ്യമായിട്ട് അവരുടെ ഡ്രസ്സെല്ലാം പിടിച്ച് പുറകോട്ട് പിരിച്ച് നിർത്തുകയോ അവരുടെ ശരീരത്തിൽ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വെക്കുകയൊക്കെ ചെയ്ത് ആരാധന മൂത്താണ് പോലും. മറ്റൊരാൾക്കൊരു സ്വാതന്ത്ര്യമില്ലേ? അവരും മനുഷ്യരല്ലേ? അവർക്ക് എപ്പോഴും ഈ ആരാധകരെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മുഴുവൻ സമയം ഈ ആരാധകരെ തൃപ്തിപ്പെടുത്തേണ്ടവരാണ് സിനിമാ നടന്മാർ ഇല്ലെങ്കിൽ സെലിബ്രിറ്റികൾ എന്നൊക്കെ മനുഷ്യരെ അങ്ങനെ ചിന്തിച്ചു പോകരുത്. ഒന്നാമത്തെ കാര്യം, ഈ അമിതമായ താരാരാധന വലിയൊരു മണ്ടത്തരമാണ്. അപ്പം എന്തായാലും വിനായകൻ എന്ന വ്യക്തി എന്താണ് എന്നും അദ്ദേഹത്തിൻ്റെ നിലവാരം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നു. അപ്പോൾ വിനായകനെ പോലെയുള്ള ഒരു വ്യക്തി ഒരുപക്ഷെ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ദീർഘയാത്ര കഴിഞ്ഞിട്ടായിരിക്കാം, കിടന്നുറങ്ങിയിട്ട് എണീറ്റ് വരുന്ന സമയത്ത് ഗുണഗുണ ചോദ്യമായിരിക്കും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കാം. ഇത് ഒരു വ്യക്തിക്ക് സുബോധമുള്ള സമയത്ത് ഇല്ലെങ്കിൽ അവർ ഓക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നടത്തേണ്ട കാര്യങ്ങൾ, ഇല്ലെങ്കിൽ സംസാരമാണെങ്കിലും എന്ത് വിഷയമാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും അവർ മാനസികമായിട്ട് ഒരു സിറ്റുവേഷനെ നേരിടാൻ ഓക്കെ അല്ലാത്ത സാഹചര്യങ്ങളിൽ പോയി പ്രകോപിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് വിനായകന് ഈ തുണി പൊക്കി കാണിച്ചത്. എന്തായാലും വിനായകൻ്റെ പ്രകടനത്തിൽ സ്ത്രീകളൊക്കെ മതിമറന്നേക്കാണ്. കണ്ടുകൊണ്ടിരുന്നവരുടെ പലരുടെയും ബോധം തന്നെ മരവിച്ചു പോയി. അത്തരത്തിലുള്ള പ്രകടനമായിരുന്നു. മാത്രമല്ല തെറിവിളി എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഹൃദയം തകർന്നു പോകുന്ന, ഇല്ലെങ്കിൽ മലയാള ഭാഷയിൽ ഇത്തരം പദപ്രയോഗങ്ങളുണ്ടോ എന്ന് അതിശയിച്ചു പോകുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. വിനായകൻ മാത്രമല്ല, ഇത് വിനായകനെ കൊണ്ടേ പറ്റുള്ളൂ. ഇപ്പം മോഹൻലാലിനും മമ്മൂട്ടിയെ കൊണ്ടൊന്നും ഇത്തരത്തിൽ എന്ത് ശല്യം വന്നാലും അവർ ഒഴിവായി പോകുള്ളൂ. അവരെ കൊണ്ടൊന്നും ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റില്ല. വിനായകനെ കൊണ്ടേ അത് പറ്റുള്ളൂ. അപ്പം മറ്റു ചില ആളുകൾ പറയുന്നു, ഒരു ദളിതന് എന്ന വിനായകനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ദളിതനെന്നുള്ള എന്താണ് ജാതിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സംവാദം നടത്തും. അതുകൊണ്ട് ഇവരെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല എന്ന് ഏതോ ഒരു പെൺകുട്ടി ഒരു പരാമർശം നടത്തുകയും അതിനെതിരെ ആ പെൺകുട്ടിയുടെ പൂർവികരെ ചേർത്തുകൊണ്ട്
നമ്പൂതിരി ബാന്ധവത്തെ ഉൾപ്പെടെ ഇല്ലെങ്കിൽ അവരുടെയൊക്കെ പൂർവികർ നമ്പൂതിരിമാരെ വെച്ചുകൊണ്ടിരുന്നവരാണെന്നും ഞാൻ ആ ദളിതനാണെങ്കിൽ അതുകൂട്ടി തെണ്ടിത്തരം കാണിക്കല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങളും വീണ്ടും വിനായകൻ നടത്തിയിട്ടുണ്ട്. എന്തായാലും തുണി പൊക്കി കാണിച്ചത് മഹത്തായ കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. മറുവശവർക്ക് തുണി പൊക്കി കാണിക്കുന്നവൻ്റെ ഈ പണ്ട് കാലത്തെ നാട്ടുഭാഷയിലൊക്കെ പറയും, തോറ്റ് കഴിയുമ്പോൾ തെറി പറയുന്ന പെണ്ണുങ്ങൾ അവസാനം തുണി പൊക്കി കാണിച്ചു എന്ന്. ഈ തുണി പൊക്കി കാണിക്കുന്ന ആൾ യഥാർത്ഥത്തിലെ പരാജിതനാണ്. ഞാൻ പരാജയം സമ്മതിച്ചു എന്നാണ്. അല്ലെങ്കിൽ ആരും സ്വന്തം ശരീരം ഉയർത്തി കാണിച്ച് സ്വയം അപഹാസ്യനായിട്ട് നിൽക്കുകയൊന്നുമില്ല. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ ആളുകളുടെ മുന്നിൽ ഞാൻ മടുത്തു, പരാജയപ്പെട്ടു എന്നതിൻ്റെ, ഞാൻ കീഴടങ്ങി എന്നുള്ളതിൻ്റെ സൂചനയാണ് ഒരാൾ മറ്റൊരാളെ തുണി പൊക്കി കാണിക്കുന്നത്. പിന്നെ നഗ്നത, മറ്റൊരാളുടെ നഗ്നത കാണുമ്പോൾ ആൾക്കും ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു ചമ്മലാണ് ഈ ഇത് കാണപ്പെടുന്ന ആളുകൾ നാണം കെട്ടുമെന്ന് പലരും ധരിച്ചു വെക്കുന്നത്. എന്തായാലും 10-60 വയസ്സെങ്കിലും പ്രായമുള്ള വിനായകൻ ഇത് കാണിച്ചിട്ട് ചെറുപ്പക്കാർക്കൊന്നും പ്രത്യേകിച്ച് രോമാഞ്ചമൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ എന്ത് പറയാനാ, ഒരു പ്രായം കഴിയുമ്പോൾ അറിയാമല്ലോ, മാധവിക്കുട്ടി തൻ്റെ പ്രശസ്തമായ ഒരു നോവലിൽ എഴുതുമല്ലേ, എന്താണ് പറയാൻ പാടുണ്ടോയെന്നറിയില്ല, ഈ തൂങ്ങിയാടുന്ന പഴകിയ പാവയ്ക്ക് എനിക്ക് ഓർമ്മ വരുന്നു എന്നൊക്കെയാണ് മാധവിക്കുട്ടി ഏതോ ബുക്കിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ദൃശ്യമാണ് പാവപ്പെട്ട വിനായകനെ നാട്ടുകാർക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതിൽ മാത്രമേ വേദനയുള്ളൂ. ഇച്ചിരുടെ ചെറുപ്പകാലത്തൊക്കെയായിരുന്നെങ്കിൽ കാണുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പം എന്ത് ചെയ്യാനപ്പാവും. എന്തായാലും ആകട്ടെ, ആരുടെയാണെങ്കിലും സ്വകാര്യതയിലേക്ക് കടന്നു കയറി ആളുകളെ ശല്യം ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു മറുപടിയായിട്ട് മാത്രം ഇത് കണക്കാക്കിയാൽ വിനായകൻ ചെയ്തതിൽ വലിയ തെറ്റൊന്നും പറയാനില്ല. കാരണം സെലിബ്രിറ്റികളെ ശല്യം ചെയ്യുന്ന ഒരുപാട്, അവരെ ശല്യപ്പെടുത്തുന്ന ആളുകളുണ്ട്. അവർക്കുള്ള ഒരു തിരിച്ചടിയായിട്ട് മാത്രം ഇതിന് വിലയിരുത്തിയാൽ മതി. യഥാർത്ഥത്തിൽ എന്ത് കാരണത്തിലാണ് വിനായകൻ ഇത് കാണിച്ചതെന്ന് മാത്രം ഒരു ന്യൂസ് ചാനലുകളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും പുതിയൊരു വിഷയവുമായിട്ട് കാണാം. വിനായകൻ വീണ്ടും ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്.